പേടിക്കേണ്ട, അത് ഞാൻ തന്നെയാണ്. വിത്തൗട്ട് മേക്കപ്പിലാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. മാനപ്പയും ഫാമിലി ഉണ്ടെങ്കിൽ നമ്മൾ ഇസാനൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം 2 മണിക്കൂറായി യാത്ര തുടങ്ങിയിട്ട്. മക്കളൊക്കെ ഇതാക്കണം, കുറച്ച് ചിപ്സും അതും ഇതൊക്കെ കൊടുത്ത് അവരെ മാനേജ് ചെയ്തിരുത്തിയിട്ടുണ്ട്. ഒന്ന് എണീറ്റ് നടക്കാൻ വേണ്ടി പമ്പിലൊന്ന് സൈഡാക്കി. 8 മണിക്ക് തുടങ്ങിയ യാത്ര ഇതവിടെ 1 മണിക്ക് അവസാനിക്കാട്ടോ. എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ദമാമിലാണ്, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കാണാൻ വേണ്ടി വന്നതാണ്. ഗുഡ് മോർണിംഗ്. നന്നായിട്ടൊന്ന് ഉറങ്ങി നീറ്റു കേട്ടോ. നല്ല അന്തരീക്ഷമാണ് ഇവിടെ, കൂടുതൽ തണുപ്പില്ല ചൂടുമില്ല, നല്ല അടിപൊളിയാണ്. ഇവരൊക്കെ പള്ളിയിൽ പോയി വന്നിരിക്കുകയാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ. നമ്മളെ മെയിൻ സ്ഥലമാണ് ബീച്ചിൽ. ബീച്ചിൽ പോകാൻ നെയ്യത്ത് വെച്ച് വന്നതാട്ടോ. വേറെ എന്തൊക്കെയുള്ള കാണാൻ എന്തൊക്കെയുള്ള പറയും. നിങ്ങൾ മാമിലൊന്നുമില്ല, എന്താ ഉള്ളത്? അവിടുന്ന് നമ്മൾ നേരെ പോയത് മാനുപ്പാന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അവരെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചു വന്നു. അത് കഴിഞ്ഞ് നേരെ നെസ്റ്റോലാണ് പോയത്. അവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓർഡർ ചെയ്ത് ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടോ. ഫുഡ് എത്താൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തോന്നുന്നതെന്ന് അറിയില്ല കേട്ടോ. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും എല്ലാം കൂടെ കഴിച്ച് സംതൃപ്തിയായി ഞങ്ങളിതാ അടുത്ത ലൊക്കേഷൻ തേടി ഇറങ്ങിയിട്ടുണ്ട്. ബീച്ചിൽ പോകുന്നതിന് മുമ്പ് ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. ഞങ്ങൾ അടുത്തുള്ളൊരു 5 റിയാലും കട നോക്കി കയറി കുറച്ച് ടോയ്സ് വാങ്ങണം കളിക്കാൻ വേണ്ടിയിട്ട്. ഓരോന്ന് സെറ്റാവട്ടെ എന്ന് മക്കൾക്ക് ആവശ്യമുള്ള ടോയ്സ് വാങ്ങിക്കൊണ്ടതാ ഞങ്ങൾ ബീച്ചിൻ്റെ ലൊക്കേഷൻ നോക്കി പോവുകയാണേ. പോകുന്ന വഴിയിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ബ്രിഡ്ജ് കണ്ടു. എല്ലാവരും അവിടേക്ക് ഒന്ന് ഇറങ്ങി കാറ്റ് കൊണ്ടു. സംഗതി എന്തായാലും നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ബോർഡ് ഒട്ടിച്ചിട്ട് മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട്. മേ ബി എല്ലാവരും കൂടെ ഇവിടെ നിന്ന് മീൻ പിടിച്ച് ബ്ലോക്ക് ആവണ്ടെന്ന് കരുതിയിട്ടാവും. യാമി അതിലെ ഡ്രൈവർ ക്രിസ്മസ് അപ്പൂപ്പനാണല്ലോ. അറിയുന്നതാണ്. തണുപ്പല്ലേ, കോഫിയൊക്കെ വാങ്ങാലോന്ന് വിചാരിച്ചു. പക്ഷെ നല്ല മൂഞ്ചി കോഫിയായിരുന്നു. യാമി അങ്ങനെ കുട്ടികളെ കളിക്കാനാക്കിയിട്ട് ഞാനും മോൾട്ടും കൂടി ബീച്ച് സൈഡിൽ കൂടെ ഒന്നിങ്ങനെ ആസ്വദിച്ച് നടന്നു വരുന്നുണ്ട്. ഗൈസ് ഇതാ ഒരു മീൻ കിട്ടി തോന്നുന്നുണ്ട്. സാഹസികമായിട്ട് ഒരാൾ ഇവിടെ മീൻ പിടിച്ചിട്ടുണ്ട്. അതാ കിട്ടിയതോ, കിട്ടി. അത് ഫിഷല്ല, അത് പായലാണ്. പിടിച്ചേ പിടിക്കേ. താങ്ക് യു. അങ്ങനെ മോൾട്ടി ഇതാ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അറിയില്ലല്ലേ. അവിടുന്ന് നെണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇനി വല്ല മീനും കിട്ടുമോ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എത്ര പെട്ടെന്ന് ആ സമയം പോയത്. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതാ ഇഷ്ടമായി തുടങ്ങിയിട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്താൽ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഒന്നെങ്കിൽ ഇതിങ്ങനെ ഫിഷ് മാർക്കറ്റിലാണ്. ഫിഷ് മാർക്കറ്റിൽ
എല്ലാവരും ഇങ്ങനെ മീൻ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് മീനാണ്. മൂപ്പര് കഴിഞ്ഞ് പോവാൻ നിൽക്കിയിരുന്നു. എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയതാട്ടോ. മേക്കപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാനല്ലേ. മേക്കപ്പ് സെറ്റ് അല്ലേ? ആ, നിങ്ങൾ ചിരിച്ചു നിൽക്കി, നിങ്ങളെ പെരക്കാരെ കാണൂലേ? ഓക്കെ. ഓ, എക്സ്പീരിയൻസ് ആണത്. ഞങ്ങൾ പെണ്ണുങ്ങൾ ഇപ്പൊ എത്ര നേരം മുറിച്ചാൽ ഇങ്ങനെ ആവോ? അതിന്റെ പേരെന്താ? എന്ത് അരീതി? മജീദ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ. ആ, ശരിക്കനോ? അടിപൊളി. അതെ 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 അതെ, അടിപൊളി. നല്ല സൂപ്പ്. ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മൾ ഫിഷാണ് തെർമോകോളിൽ പാക്ക് ചെയ്ത് തന്നെ കേട്ടോ. ഭയങ്കര രസകരമായിട്ടുള്ളൊരു മനുഷ്യൻ കേട്ടോ. നല്ലൊരു അടിപൊളി ക്യാരക്ടർ. കുറേ നേരം ഒന്ന് സംസാരിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ശരി കേട്ടോ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. നമ്മൾ മീൻ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ട്രോളിക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ഇവർ രണ്ടാളും ഇന്ന് രാവിലെ മുതലേ ഞങ്ങളെ കൊണ്ടുവന്ന് നോക്കണം കേട്ടോ. ഞങ്ങളെ പോലെ നാട്ടിലേക്ക് വന്നതിൻ്റെ എല്ലാ ട്രീറ്റും ഇവർ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത്ര അടിപൊളിയായിരുന്നു ദമാം യാത്ര. താങ്ക് യു സോ മച്ച്. യാത്ര പറഞ്ഞു പോയെങ്കിലും പറഞ്ഞത് ഞാൻ അവിടെ വീട്ടിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. മേടിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. യുവർ ഓൺ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. ബൈ ബൈ ബൈ, സീ യു. ബൈ ബൈ, ഫ്ലൈങ് കിസ് കൊടുക്കാം എല്ലാവർക്കും. കാക്കാക്ക് റവ കൊടുത്തിട്ട് എനിക്ക് മോനിക്ക് കാക്കാക്ക് റവ കൊടുക്കട്ടെ. കാക്ക ഉള്ള ആളാണ്. നിങ്ങളെ വീട്ടിൽ പോയിക്കോളി. ശരി, ഇട്ടാണ് പോയി. രാത്രിക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ആദ്യമേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടി നേരെ വിട്ടത് അങ്ങോട്ടാണ്. ഓൾറെഡി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മീനെല്ലാം ഓക്കെ ഓക്കെ. ആ, ഒരു ഡേറ്റ്സ് കൊടുത്തായിരുന്നു. മോണ്ടി ഷുഗറും ആണ് ഇവിടെ ഉണ്ട്. ഫുഡ് കഴിക്കാൻ അവിടെ തന്നെ നല്ലൊരു അടിപൊളി പാർക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള പാർക്കാണ്. അതിന് ചെന്നപ്പോൾ തന്നെ മക്കൾ അതിൻ്റെ ഉള്ളിൽ കയറി സെറ്റായി. മുൻകൂട്ടി ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് എത്തിയാണ് കേട്ടോ. ആരംഭിക്കലാമാ മോൾട്ടി അന്നെ റൈസിൽ തുടങ്ങി. പക്ഷേങ്കിൽ ഞാൻ റൈസുമൊക്കെ വേണ്ടി ചെയ്തില്ല കേട്ടോ. ഞാൻ നേരെ പോയത് നമ്മൾ ഫിഷിൻ്റെ അടുത്തേക്കായിരുന്നു. 2 വിധം ഫിഷാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. മോശം പറയാൻ പാടില്ലല്ലോ. സംഗതി അടിപൊളിയും കിടലനായിരുന്നു കേട്ടോ. നമ്മൾ ആഗ്രഹിച്ചു പോയ റെസ്റ്റോറൻറ്റ് ചെയ്ത് സംഗതി പൊളിച്ചു. ഫുഡ് കഴിച്ചൊരു വർക്കം നിർബന്ധമാണ്. അങ്ങനെ വണ്ടി കയറി ഞങ്ങൾ ഇതാ കിടന്നുറങ്ങി പോവാണ് കേട്ടോ. ഒരു 2 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തപ്പോൾ ബോറടിച്ച് നമ്മൾ നേരെ മക്ക് കയറി കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പിന്നെ ആഘോഷമായി യാത്ര. അങ്ങനെ ഏകദേശം 3 മണിയോടടുത്ത് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വന്ന് നോക്കുമ്പോൾ ഇവിടെ ആകെ നല്ലൊരു മഴ പെയ്ത് തോർന്ന പോലെ ഉണ്ട്. നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് കേട്ടോ. എല്ലാം കൂടെ ഈ വീഡിയോയിൽ തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചതാണേ. നമ്മൾ കുട്ടപ്പനൊന്ന് കഴുകി നല്ല മസാല ഒക്കെ ഉണ്ടാക്കിയൊന്ന് മസാല പുരട്ടി നമ്മൾ ഫ്രിഡ്ജിലൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. മസാലയാണല്ലോ മെയിൻ. പറ്റാവുന്നത് പോലെ എല്ലാ സൈഡും നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ട് ആ ഫോയിൽ പേപ്പർ കൊണ്ട് തന്നെ അങ്ങനെ മടക്കി വെച്ചു കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന്.
നേരെ നമ്മൾ തെർമോക്കോളിൻ്റെ ബോക്സിൽ ഇറക്കി വെച്ചു എന്ന് ചൂടാൻ പോകുമ്പോൾ എടുത്തിട്ട് പോയാൽ മതിയല്ലോ. വെറും 20 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. പക്ഷെങ്കിൽ പറഞ്ഞു വന്നപ്പോൾ ഒരു 3-4 മണിക്കൂർ അങ്ങോട്ട് ആയി കേട്ടോ. കുറച്ച് ലേറ്റായി ഞങ്ങളൊന്ന് പുറത്ത് പോയി വന്നപ്പോഴും. പിന്നെ നമ്മളെ സ്വന്തം ഡ്രസ്സാണല്ലോ, ആരും പേടിക്കേണ്ട, ആരും ശല്യം ചെയ്യൂല. അതുകൊണ്ട് പിന്നെ സമയമൊന്നും നോക്കിയില്ല. ഇപ്പോൾ തന്നെ ഫിഷ് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് മൂപ്പരുടെ അഭിപ്രായം. സോ ഞങ്ങൾ സമയം നോക്കാതെ ഫിഷൊക്കെ ഉണ്ടാക്കിട്ടോ. ഫിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി ചെയ്യും. അതും കഴിഞ്ഞ് കുറച്ച് വെള്ളം അതിൽ പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് വന്നു. നമ്മൾ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയില്ല കേട്ടോ, സംഗതി ഉഷാറായിരുന്നു, ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.